അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അക്കാദമി ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് പ്രഥമ പുരസ്കാരം നേടിയ എസ് എ ജമീൽ, കൈരളിയിലൂടെ നമ്മളൊക്കെ മാപ്പിള പാട്ട് സാഹിത്യത്തെ ഒരു ഗവേഷണാത്മകമായ ചിന്തയിലൂടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്ന ഫൈസൽ എളേറ്റിൽ, ബഹുമാന്യനായ കുട്ടശ്ശേരി മൗലവി സാഹിബ്, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോകം മുഴുവൻ യുവത്വത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പുരുഷായുസ്സിന്റെ കാതൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന യുവത്വം, ആ യുവത്വത്തെ ഓർത്ത് നമ്മളെല്ലാവരും വളരെ വളരെ വേവലാതി പൂണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനത്ത് നീതിക്കും ധർമ്മത്തിനും അനുകൂലമായ ചിന്തയുമായി പ്രവർത്തനോത്സുകരായി ഇരിക്കുന്ന ഒരു പറ്റം യുവാക്കൾ സമ്മേളിക്കുന്ന ഈ സദസ്സ്, അതിന്റെ രണ്ടാം സെഷൻ എന്ന നിലക്ക് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് സ്വാഗതത്തിൽ പരാമർശിച്ചതുപോലെ പ്രബോധനത്തിനും ആശയപ്രചരണത്തിനും വേണ്ടി ഈ വർത്തമാനകാലത്തെ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തീർത്തും ഇസ്ലാമികമായ അതിർത്തി വരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ കലാസാഹിത്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനാവും എന്ന ചിന്തയാണ് ഈ സെഷൻ നമുക്ക് മുമ്പിൽ വെക്കുന്നത്. പ്രസംഗവും സാരോപദേശവും കൊണ്ട് മാത്രം ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത് കാലത്തിന് യോജിച്ചതാവില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ദൃശ്യമാധ്യമങ്ങളടക്കമുള്ള വർത്തമാനകാലത്തിന്റെ സൗകര്യങ്ങൾ കലാസാഹിത്യ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്ന് മുജാഹിദ് പ്രസ്ഥാനം എക്കാലവും മുന്നോട്ട് വെച്ചിട്ടുള്ള മനുഷ്യ നന്മക്കും അവന്റെ പുരോഗതിക്കും അവന്റെ ധാർമ്മിക ചിന്തകൾ ഉയർത്തുന്നതിനും വേണ്ടിയുള്ള സാഹിത്യം, അതിനുവേണ്ടിയുള്ള കല, ആ കലയ്ക്ക് വേണ്ടി ഈ പുതിയ മാധ്യമങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കലയാണ്, സാഹിത്യമാണ് എന്നതുകൊണ്ട് എല്ലാറ്റിനെയും അംഗീകരിക്കുന്ന ഒരു സ്വഭാവം ഈ പ്രസ്ഥാനം മുമ്പും ഇപ്പോഴും ഇനിയും സ്വീകരിക്കുന്നില്ല. മറിച്ച് അത് മനുഷ്യന്റെ പുരോഗതിക്കും നന്മക്കും അവന്റെ ധാർമ്മിക ബോധം ഉയർത്തുന്നതിനും പ്രാപ്തമാണോ എങ്കിൽ ആ കലയെയും സാഹിത്യത്തെയും, കല സാഹിത്യം എന്നതുകൊണ്ട് ഒന്നിനെയും മാറ്റി നിർത്തുവാനും നമ്മൾ തയ്യാറായിട്ടില്ല. അവിടെയാണ് മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം വേറിട്ട് നിൽക്കുന്നത്. ധാർമ്മികവും നന്മയും ഒക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മളെ ആക്ഷേപിക്കുന്ന ഒരു കാര്യമുണ്ട്. ആനയുടെ നെറ്റിപ്പട്ടം പോലെ ഒരു അലങ്കാരമായി ഒരു സാഹിത്യകൃതിയിൽ നന്മയും ധാർമ്മിക ബോധവുമൊക്കെ തൂങ്ങിക്കിടക്കേണ്ട ഒന്നല്ല, അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം പോലെ മുഴങ്ങിക്കേൾക്കേണ്ടതുമല്ല. മറിച്ച് വേർതിരിച്ചെടുക്കാനാവാത്ത ഒരു മൂലകമായി സാഹിത്യ സൃഷ്ടിയിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അതില്ലാതെ വരുമ്പോൾ രണ്ട് പരാജയമാണ് നമുക്ക് സംഭവിക്കുന്നത്. കലാസാഹിത്യ സൃഷ്ടി എന്ന നിലക്ക് ഇവ പിന്തള്ളപ്പെടുകയും അതോടൊപ്പം
നമ്മൾ ഉദ്ദേശിച്ച ഫലം ലഭ്യമാവാതെ പോവുകയും ചെയ്യുന്നു. ഇതാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്യുന്ന സാഹിത്യ സൃഷ്ടികളെയും കലയെയും കുറിച്ചുള്ള ഇന്നത്തെ ആക്ഷേപം. ആ ആക്ഷേപത്താണ് ഇല്ലാതെയാക്കേണ്ടത്. ഒരു കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കവിത വായിക്കുമ്പോൾ ഈ വായനക്കാരനെ വിടാതെ പിടികൂടുന്ന ഒരു അസ്വസ്ഥതയുണ്ട്, ഒരു വിഭ്രാന്തിയുണ്ട്. അതാണ് അവന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, എസ് എ ജലീൽ വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്കൊരല്ലാഹു പോലെ മതി എന്നാണ് ഉത്തരം. അത് വളരെ ലളിതമാണ്. അങ്ങനെ മതി എന്ന ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല അത്. ഈ ചോദ്യം കേൾക്കുന്നവന്റെയും കൂടപ്പാടിയവന്റെയും മനസ്സിൽ ഒരു വിഭ്രാന്തിയായി പടർന്നു കയറണം. എന്നിട്ട് അവൻ അന്വേഷണങ്ങൾ നടത്തണം. ആ അന്വേഷണങ്ങളിൽ നിന്ന് മതി എന്ന ഒരു നിഗമനത്തിലെത്തിച്ചേരാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ചോദ്യമാണത്. ഈ രൂപത്തിലുള്ള സാഹിത്യ സൃഷ്ടികൾ മനുഷ്യരെ വെപ്രാളപ്പെടുത്തുകയും വിഭ്രാന്തിയിലാക്കുകയും ചെയ്തതിന് ശേഷം ശരിയാണല്ലോ എന്ന ഒരു വേവലാതി അവന്റെ മനസ്സിൽ പെരുകണം. അത്തരത്തിലുള്ള സാഹിത്യ സൃഷ്ടികൾ ആശയപ്രചരണത്തിനും പ്രബോധനത്തിനും വേണ്ടി സജ്ജമാക്കുവാനുള്ള ഒരു സേന ഈ വർത്തമാനകാലത്തിൽ അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി മുജാഹിദ് പ്രസ്ഥാനം ചിട്ടയായ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ക്യാമ്പുകളും ശില്പശാലകളും നടന്നു വരുന്നുണ്ട്. നടന്നു വന്നതുകൊണ്ട് മാത്രമായില്ല, അവയൊക്കെ ചിട്ടയായി ക്രമപ്പെടുത്തി നമുക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സേനയായി മാറ്റിയെടുക്കുവാനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവർക്ക് അപ്പോൾ നൽകേണ്ടതുണ്ട്. അങ്ങനെ സാഹിത്യത്തെ സാഹിത്യം കൊണ്ട് തന്നെ പ്രതികരിക്കാൻ, കലയെ കല കൊണ്ട് തന്നെ പ്രതികരിക്കാനുള്ള ഒരു സേനയെ വാർത്തെടുക്കുവാനുള്ള ചിന്ത ഈ സമ്മേളനം മുന്നോട്ട് വെക്കുകയാണ്. അതിന് പ്രാപ്തമായ എല്ലാ സഹായ സഹകരണങ്ങളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ നിന്നുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സർഗ സായാഹ്നത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.